ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഒരു കിഡിലൻ സ്പീക്കർ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെ ഫ്രണ്ട്സ്, നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു അടിപൊളി അഫോർഡബിൾ ആയിട്ടും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കിഡിലൻ ക്വാളിറ്റി ആയിട്ടുള്ള സ്പീക്കർ പരിചയപ്പെടുത്താനാണ് ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണ്ടാവും അതൊക്കെ ഓക്കെ ബ്രോ, അതിന് തന്നെ ബ്രാൻഡിന്റെ പേര് പറ, അതുപോലെ തന്നെ സ്പീക്കർ ഏതാണെന്നൊക്കെ കാണിച്ചു തരാൻ വിചാരിക്കണ്ടാവും. എങ്കിൽ ഫ്രണ്ട്സ്, ഇതാണ് സെബ്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റവും പുതിയതായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്ന ആക്സോൺ 100 എന്ന് പറഞ്ഞിട്ടുള്ള കിഡിലൻ അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി ഉള്ള ഒരു കിടുക്കാച്ചി സ്പീക്കറാണ്. ഞാനിപ്പോൾ 1 വീക്കായി യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ ഈ ഒരു സ്പീക്കറാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിന്റെ ലുക്കും അതുപോലെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഒരു സ്പീക്കർ എന്നാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യെസ് ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു കിഡിലൻ സ്പീക്കറാണ് നമ്മുടെ സെബ്രോണിക്സിന്റെ ആക്സോൺ 100 എന്ന് പറഞ്ഞിട്ടുള്ള പുതുപുത്തൻ ബ്ലൂടൂത്ത് സ്പീക്കർ. ഗൈസ്, ഈ ഒരു സ്പീക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡിസൈൻ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഫാബ്രിക് ഫിനിഷിലുള്ള ഒരു കിഡിലൻ ഡിസൈൻ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈഡിൽ ഗൈസ് നമുക്ക് സ്പീക്കറും അതുപോലെ തന്നെ RGB ലൈറ്റും കാണാൻ സാധിക്കും ഗൈസ്. അതും ഈ ഒരു സ്പീക്കറിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് കൂടാണ്ട് ഗൈസ് നമുക്ക് മുകളിൽ പിടിക്കാനായിട്ട് ക്യാരി ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൈസ് നമുക്ക് ഈ ഒരു സ്പീക്കർ കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം. സുഖമായിട്ട് കയ്യിൽ പിടിച്ചിട്ട് കാടിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ വൈബ് അടിക്കാനായിട്ട് ഏതെങ്കിലും അടിപൊളിയായിട്ടുള്ള ലൊക്കേഷനിലോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു സ്പീക്കർ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു സ്പീക്കറിന്റെ ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആണ് ഇതിൽ വരുന്നത്. പിന്നെ TWS ഫംഗ്ഷൻ ഇതിൽ വരുന്നുണ്ട്, കോളിംഗ് ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇത് കൂടാണ്ട് IPS5 വാട്ടർ റെസിസ്റ്റന്റ് ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിക്ക് സ്പീക്കറിലേക്ക് വെള്ളം തറച്ചാലൊന്നും സ്പീക്കറിന് കാര്യമായിട്ട് ഒന്നും സംഭവിക്കില്ല. പിന്നെ ഫ്രണ്ട്സ്, ഈ ഒരു സ്പീക്കറിന് എത്ര ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ് ടു 6 hours ആയിരിക്കും ഈ ഒരു സ്പീക്കറിന് ഏകദേശം ബാറ്ററി ബാക്കപ്പ് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഇനി ഫ്രണ്ട്സ്, ഈ ഒരു സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 90 വാട്ട്സ് RMS ഔട്ട്പുട്ട് വരുന്നുണ്ട് ഗൈസ് ഇതിന്. അതുപോലെ തന്നെ ഡീപ്പ് ബാസും ആണ്. അതുകൂടാണ്ട് സ്പീക്കർ വിത്ത് 4 ഡ്രൈവേഴ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ബേസും ആയിരിക്കും ഗൈസ് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് കിട്ടുക. അതായത് ഗ്ലാസ് കുരുങ്ങുന്ന ലെവലിലുള്ള ബേസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് പാട്ടൊക്കെ വെക്കുമ്പോൾ ഔട്ട് ആയിട്ട് കിട്ടുന്നത്. അതുപോലെ നമ്മൾ ലോങ് ഒക്കെ എടുത്തിട്ട് പോയി പുറത്തൊക്കെ വെച്ച് കഴിഞ്ഞാലും അത്യാവശ്യം നല്ല രീതിക്ക് സറൗണ്ടിങ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിൽ നിന്ന് സോങ്സ് എല്ലാം കേൾക്കാനും നല്ല ക്വാളിറ്റിയിൽ സോങ്സ് എല്ലാം ആസ്വദിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഈ ഒരു സ്പീക്കറിൽ ഓക്സും USB കുത്താനുള്ള പോർട്ട് വരുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ മീഡിയയും അതുപോലെ തന്നെ ഓളിയും കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസും ഈ ഒരു സ്പീക്കറിന്റെ മുകളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട്സ്, എന്തായാലും ഞാൻ നിങ്ങൾക്ക് സെബ്രോണിക്സിന്റെ ആക്സോൺ 100 എന്ന് പറഞ്ഞ ഒരു സ്പീക്കറിന്റെ സൗണ്ട് ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. ഒരു പാട്ട് ഞാൻ നിങ്ങൾക്ക് വെച്ച് കേൾപ്പിച്ചു തരാം. ഓക്കെ, ഒന്നും പറയില്ല ഗൈസ്, നല്ല കിഡിലൻ സൗണ്ട്, അടിപൊളി സൗണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് സെബ്രോണിക്സിന്റെ ആക്സോൺ 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡിലൻ പുതുപുത്തൻ സ്പീക്കർ? നിങ്ങൾ ഇപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഗൈസ് ഈ ഒരു സ്പീക്കർ ഇഷ്ടപ്പെട്ടു. പിന്നെ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ബ്രോ ഇത് 7000 രൂപ അടുത്തില്ലേ, പിന്നെ എങ്ങനെ അഫോർഡബിൾ ആവുമെന്ന് വിചാരിക്കും. ഫ്രണ്ട്സ്, ഇതിന്റെ ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ മറ്റുള്ള സ്പീക്കേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ഒരു സ്പീക്കർ ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കൂടി ഇത്രയുള്ളൂ ഗൈസ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലത്തെ വെറൈറ്റി അൺബോക്സിന് വേണ്ടിയിട്ട് ഒന്നും നോക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.